ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കൊല്ലം സെൻറ്റർ മാർത്തോമ യുവജന സഖ്യത്തിൻ്റെ ക്രിസ്മസ് ടോക്കിൻ്റെ 15ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കും ധ്യാനത്തിനുമായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 20-ാം വാക്യം. തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തി പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി. മുഴുവൻ മാനവജാതിയുടെ രക്ഷകനായിട്ടും ഇസ്രയേലിന്റെ വാഗ്ദത്ത രക്ഷകനായിട്ടും ലൂക്കോസിന്റെ സുവിശേഷം യേശുവിനെ ചിത്രീകരിക്കുന്നു. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് യേശുവിനെ അഭിഷേകം ചെയ്തു എന്നാണ് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം ഇന്ന് ധ്യാനിക്കുന്ന 2-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ ജനനത്തോട് അനുബന്ധിച്ചുള്ള സംഭവങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആട്ടിൻകൂട്ടത്തെ കാവൽക്കാത്ത് വെളിയിൽ പാർത്തിരുന്ന ഇടയന്മാർക്കാണ് ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള ദൂതന്മാരുടെ അറിയിപ്പ് കേൾക്കുവാൻ ഭാഗ്യമുണ്ടായത്. അത് ശ്രവിച്ച ഇടയന്മാർ ബെത്ലഹേമോളം ചെന്ന് മറിയയെയും ജോസഫിനെയും ശിശുവിനെയും കാണുന്നു. അവർ തിരികെ ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോകുന്നു. ക്രിസ്മസിന്റെ സന്തോഷങ്ങളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ എന്താണ് ഈ ഭാഗം നമുക്ക് നൽകുന്ന സന്ദേശം? ക്രിസ്മസ് വ്യത്യസ്ത പാതകൾ സ്വീകരിച്ചവരുടെ ആഘോഷം. യേശു ക്രിസ്തുവിന്റെ ജനന വാർത്തയറിഞ്ഞ് ബന്ധപ്പെട്ട് ബെത്ലഹേമിൽ ചെന്ന് ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞത് പങ്കുവെക്കുന്ന ഇടയന്മാരെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കന്യകയായ മറിയാമിന് കർത്താവിന്റെ ദൂതന്റെ അരുളപ്പാട് ലഭിക്കുമ്പോൾ ഇതുപോലെ ബന്ധപ്പെട്ട് യഹൂദിയ പട്ടണത്തിൽ ചെന്ന് എലിസബത്തിനെ സന്ദർശിക്കുന്ന ഒരു മറിയത്തെ നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്മസിന്റെ സന്ദേശം ലഭിച്ച മനുഷ്യർ എല്ലാവരും ഉത്സാഹത്തോടെ തിരുജനനത്തോട് പ്രതികരിച്ചവരാണ്. ക്രിസ്തുവിന് വേണ്ടി അധ്വാനിക്കാൻ പ്രയത്നിക്കാൻ സാധിക്കുന്നവരായി തീരാൻ ഒരു രൂപാന്തരം നമുക്ക് ആവശ്യമുണ്ട്. അതുവരെ ശീലിച്ച് പരിചയിച്ച വഴികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു വഴിയും നിയോഗവും നൽകുമ്പോൾ അത് താല്പര്യത്തോടെ ഇടയന്മാർ ഏറ്റെടുക്കുന്നു. ഒരിക്കലും പരിചിതമല്ലാത്ത പുത്തൻ അനുഭവത്തെ ഹൃദയപൂർവ്വം അവർ സ്വീകരിക്കുന്നു. ക്രിസ്മസിൽ നാം ധ്യാനിക്കുന്ന വ്യക്തികൾ എല്ലാം വേറിട്ട വഴികളെ ധൈര്യപൂർവ്വം തിരഞ്ഞെടുത്തവരാണ്. സ്വയത്തെ വെടിഞ്ഞ് അരുമനാഥനിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഇത്തരം തിരഞ്ഞെടുക്കലുകൾ നടത്തുവാൻ സാധിക്കുകയുള്ളൂ. ഈ നോമ്പിന്റെ നാളുകളിൽ അഹത്തെ വെടിഞ്ഞ് ദൈവത്തിന്റെ നിയോഗത്തെ ധൈര്യപൂർവ്വം ഏറ്റെടുക്കുവാൻ നമുക്കോരോരുത്തർക്കും സാധിക്കട്ടെ.